ഹായ്, ഞാൻ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ സനൂപ് ഫ്രാൻസിസ്. PRP എന്നിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ്, ഹെയറിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഹെയറിന് മാത്രമല്ല ഫേസിലും പലയിടത്തും എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത്. PRP ഹെയറിന് എന്തിനെടുക്കുന്നതാണെന്നുള്ളത് പറയാനാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് PRP എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി. അതായത് ഒരു പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാസ്മ പേഷ്യന്റിന് തന്നെ ബ്ലഡ് എടുക്കുന്നുണ്ട്. ആ ബ്ലഡ് എടുത്തിട്ട് ഒരു പ്രോസസ്സ് വഴിക്ക് നമ്മൾ അതിന് പ്ലേറ്റ്ലെറ്റിന്റെ ഒരു കോൺസെൻട്രേറ്റ്, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ സ്കാൽപ്പിലേക്ക് അധികം പെയിൻഫുൾ അല്ലാത്ത രീതിയിൽ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് PRP ട്രീറ്റ്മെന്റ്. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഹെയറിന് ഒരു 3 ഫേസസ് ഉണ്ട്. അതായത് ഒരു ഗ്രോത്ത് ഫേസ്, അതായത് ഹെയർ വളർന്ന ഫേസ്, ഒരു റെസ്റ്റിംഗ് ഫേസ്, അതായത് ഹെയർ റെസ്റ്റ് ചെയ്യുന്ന ഫേസ്, പിന്നെ ഒരു ഫോളിംഗ് ഫേസ്, മുടി കൊഴിയുന്ന ഫേസ്. ഇതിനകത്ത് ഗ്രോത്ത് ഫേസിന്റെ അളവ് കുറഞ്ഞു വരുമ്പോഴാണ് ആ മുടിയുടെ കൊഴിച്ചിൽ പെട്ടെന്ന് വരിക. അപ്പൊ നമുക്ക് പുറമെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഈ ഗ്രോത്ത് ഫേസിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് വരുന്ന പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ സ്കാൽപ്പിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ പ്ലേറ്റ്ലെറ്റ്സ് ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ആവുന്നു. അതുവഴിക്ക് ഈ ഗ്രോത്ത് ഫേസിന്റെ അളവ് കൂടുന്നു. അപ്പൊ ഹെയർ ഫോൾ പതുക്കെ കുറയുന്നു, പിന്നെ പുതിയ ഹെയർ ഗ്രോത്ത് വരുന്നു. പിന്നെ PRPയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ? എന്തിനാണ് PRP എടുക്കുന്നത്? വേറെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അതായത് എല്ലാ ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ ചോദിക്കാണ്, ഏത് ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിലും ഇതിന് സൈഡ് എഫക്ട് ഡോക്ടർ നമുക്ക് ഓൾമോസ്റ്റ് 0 എന്ന് പറയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഏത് ടാബ്ലറ്റിന്റെ സൈഡ് എഫക്ട് സെർച്ച് ചെയ്താലും അതിന്റെ ലാസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു സൈഡ് എഫക്ട് ഉണ്ടാവാം, റയർലിയോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷെ PRP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ സേഫ്റ്റി പ്രൊഫൈലാണ്. കാരണം നിങ്ങളുടെ തന്നെ പേഷ്യന്റിന്റെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉള്ള ഒരു പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് തന്നെയാണ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യന്റ് ബ്ലഡ് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് പേഷ്യന്റിന് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിന് സൈഡ് എഫക്ട് ഉണ്ടാവാനുള്ള സാധ്യത ഓൾമോസ്റ്റ് നില്ലാണ്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഓഫ് ഹെയർ ഫോൾ വരയ്ക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് വഴിക്ക് PRP, GFC അങ്ങനത്തെ ട്രീറ്റ്മെന്റ്, പിന്നെ മെഡിക്കേഷൻസ്, ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്, അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് വഴിക്ക് നമുക്ക് പരമാവധി റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും. Take care of your skin, hair and nail and let your confidence shine. Thank you.